जब हिंदुस्तान का किसान नरेंद्र मोदी जी से, बीजेपी से कर्जा माफी मांगता है, भारत माता की इनकलाब इनकलाब वंदे। दिल्ली का मूड क्या है ये देश देख रहा है। ഡൽഹി, ഹരിയാന ആറാം ഘട്ടത്തിൽ തീപാറും പോരാട്ടം നടക്കുന്ന സംസ്ഥാനങ്ങൾ. 2019 BJP തൂത്തുവാരിയെങ്കിൽ ഇത്തവണ കാറ്റ് മാറി വീശുമോ? നിർണായകമായ 5 ഘട്ടങ്ങൾ പിന്നിട്ടു. അവസാന പോരാട്ടത്തിന് മുന്നണികൾ അരയും തലയും മുറുക്കി ഒരുങ്ങിക്കഴിഞ്ഞു. രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും ഹരിയാനയിലും മുഴുവൻ മണ്ഡലങ്ങളും നാളെ വിധിയെഴുതും. UPയിൽ 14-ഉം ബീഹാറിൽ 8-ഉം ബംഗാളിൽ 8-ഉമടക്കം 58 മണ്ഡലങ്ങളാണ് ആറാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തുന്നത്. 2019 BJP സമഗ്രാധിപത്യം പുലർത്തിയ മണ്ണാണ് ആറാം ഘട്ടത്തിൽ വിധിയെഴുതുന്ന മണ്ഡലങ്ങളിൽ ഏറെയും. 80% സീറ്റുകളിലും BJPക്ക് 40% മുകളിൽ വോട്ടുണ്ട്. ചില മണ്ഡലങ്ങളിൽ 50% കടന്നുള്ള ഭൂരിപക്ഷവും. മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ് ആകട്ടെ സംപൂജ്യരും. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ഇത്തവണ ആരുടെ വിജയക്കൊടി പാറും? 2014-ലും 19-ലും 7-ൽ 7-ഉം BJP തൂത്തുവാരിയതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി തരംഗമുണ്ടായപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി മാറി ചിന്തിച്ചിട്ടില്ല. എന്നാൽ ഇത്തവണ രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തം. മദ്യനയ അഴിമതി കേസിൽ ജയിലിലടച്ച അരവിന്ദ് കെജ്രിവാൾ ജാമ്യം നേടി തിരിച്ചുവന്നത് BJPയുടെ ചങ്കിടി പേറ്റിയിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയുടെ മുൻനിര പോരാളിയാണ് കെജ്രിവാൾ. രാഷ്ട്രീയ പ്രതികാരം തീർക്കാൻ BJP ജയിലിലടച്ചെന്ന് അവർ പറയുന്ന മുഖ്യമന്ത്രി. പ്രചാരണ യോഗങ്ങളിലെല്ലാം കത്തിക്കയറുന്നുണ്ട് കെജ്രിവാൾ. 4 जून को इंडिया गठबंधन की सरकार बनने जा रही है, उसमें आम आदमी पार्टी भी हिस्सा होगी। केंद्र में सरकार बनाएंगे और सबसे पहले दिल्ली को पूर्ण राज्य का दर्जा दिलाएंगे। ഇന്ത്യ സഖ്യത്തിന്റെ ഡൽഹി പരീക്ഷണം കെജ്രിവാളിനെ മുന്നിൽ നിർത്തിയാണ്. സംസ്ഥാനത്തെ പാർട്ടിയുടെ അടിവേരറുത്ത ശത്രുവായിട്ടും മോദി ഭരണത്തെ വീഴ്ത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് കെജ്രിവാളിന് കോൺഗ്രസ് ഇത്തവണ ഡൽഹിയിൽ കൈകൊടുത്തത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ആം ആദ്മി 4 സീറ്റിലും കോൺഗ്രസ് 3 സീറ്റിലും പോരിനിറങ്ങുന്നു. പക്ഷേ ആപ്പിന് കൈകൊടുത്തത് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന് അത്ര രസിച്ചിട്ടില്ല. ആപ്പിനു വേണ്ടി പ്രചാരണത്തിറങ്ങാനും അവർക്ക് അത്ര ആവേശവുമില്ല. അതോടൊപ്പം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനവും അത്ര ശക്തവുമല്ല. ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പക്ഷേ അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. കെജ്രിവാൾ ജാമ്യത്തിലിറങ്ങിയ ശേഷമുണ്ടായ സ്വാതി മാലിവാൾ വിഷയം തിരിച്ചടിക്കുമോ എന്ന ആശങ്ക അവർക്കുണ്ട്. യുവനേതാവ് കനയ്യകുമാർ മത്സരിക്കുന്ന നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലാണ് കോൺഗ്രസിന്റെ പ്രധാന കണ്ണ്. രാഹുലിന്റെ സ്വന്തം താൽപര്യപ്രകാരം ഇറങ്ങുന്ന കനയ്ക്കു വേണ്ടി ശക്തമായ പ്രചാരണം തന്നെ നടക്കുന്നുണ്ട്. അവിടെയും പക്ഷേ സ്ഥാനാർത്ഥിത്വം സ്വപ്നം കണ്ടിരുന്ന നേതാക്കൾ പാലം വലിക്കാനുള്ള സാധ്യത കൂടുതലാണ്. BJP ഇത്തവണ അവസരം നൽകിയ ഏക സിറ്റിംഗ് MP മത്സരിക്കുന്ന മണ്ഡലവും നോർത്ത് ഈസ്റ്റ് ഡൽഹിയാണ്. മുതിർന്ന നേതാവ് മനോജ് തിവാരിക്ക് വേണ്ടി BJPയും ശക്തമായി രംഗത്തുണ്ട്. മോദിയുടെ ഡൽഹി ക്യാമ്പയിൻ തുടങ്ങിയത് തന്നെ ഇവിടെ നിന്നാണ്. 2019 10-ൽ 10-ഉം നേടിയ ഹരിയാനയിൽ ഇത്തവണ BJPക്ക് അത്ര സുഖകരമല്ല കാര്യങ്ങൾ. കയ്യിലുള്ള സംസ്ഥാന ഭരണം തന്നെ തുലാസിലാണ്. സകലയിടത്തും കോടികളൊഴുക്കി ആളെ കൂട്ടുമ്പോൾ ഹരിയാനയിൽ കൂടെയുള്ളവർ തന്നെ ബൈ പറഞ്ഞു പോയി. ജൻനായക് ജനതാ പാർട്ടിയുമായുള്ള സഖ്യം തകർന്നത് ചെറുതല്ലാത്ത ക്ഷീണമാണ് BJPക്കുണ്ടാക്കിയത്. വീണ്ടും ആളിപ്പടർന്ന കർഷകരോഷത്തിന്റെ ചൂടും ഹരിയാനയിൽ BJPക്ക് വെല്ലുവിളിയാണ്. മോദി തരംഗവും പുൽവാമ, ബാലേക്കോട്ട് ആക്രമണങ്ങളുടെ പേരിൽ നടന്ന പ്രചാരണവും കഴിഞ്ഞ തവണ BJPയെ തുണച്ച ഘടകങ്ങളാണ്. സംസ്ഥാനത്തെ വോട്ടർമാരിൽ 24% വരുന്ന ജാട്ട് വിഭാഗവും ഇപ്പോൾ BJPയോട് ഇടഞ്ഞു നിൽക്കുകയാണ്. ഹിന്ദി ഹൃദയഭൂമിയായ UPയിൽ 14 മണ്ഡലങ്ങളാണ് ആറാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. ഇതിലേറെയും BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ. അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ഒറ്റക്കെട്ടായി നടത്തിയ പ്രചാരണങ്ങളിലേക്ക് ഒഴുകിയെത്തിയ ആയിരങ്ങളാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒഡീഷയിലും ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. പുരി ജഗന്നാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് BJP നേതാവും സ്ഥാനാർത്ഥിയുമായ സംബിത് പത്ര നടത്തിയ പരാമർശമാണ് ഇവിടെ BJDയുടെ പ്രധാന ആയുധം.
ജഗന്നാഥൻ മോദിയുടെ ഭക്തനെന്ന പരാമർശം വൻ രാഷ്ട്രീയ കൂളിളക്കമാണ് അവസാന ഘട്ടത്തിൽ ഉണ്ടാക്കിയത്. നാക്കുപിഴയാണെന്ന BJPയുടെ വാദങ്ങളൊന്നും അത്ര ഏശിയുമില്ല. നവീൻ പട്നായിക് സർക്കാരിന്റെ പ്രധാന വികസന നേട്ടങ്ങളിലൊന്നായി അവർ ഉയർത്തിക്കാട്ടുന്നത് തന്നെ പുരി പൈതൃക പദ്ധതിയാണ്. 8 സീറ്റിൽ വിധിയെഴുതുന്ന ബംഗാളും ഏവരും ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന ഇടമാണ്. മമതാ സർക്കാർ നൽകിയ OBC സർട്ടിഫിക്കറ്റുകൾ ഹൈക്കോടതി തന്നെ റദ്ദാക്കിയതാണ് അവിടെ പുതിയ വിവാദം. പ്രധാനമന്ത്രി തന്നെ പ്രചാരണ യോഗങ്ങളിൽ മമതയുടെ പ്രീണന രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയാണിതെന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും കുലുങ്ങാതെ BJPയെ ബംഗാളിൽ തോൽപ്പിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് മമതാ ബാനർജി. നാളെ 58 മണ്ഡലങ്ങൾ വിധിയെഴുതി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് അവസാന ഘട്ടമായ ജൂൺ 1 വിധിയെഴുതുന്ന 57 മണ്ഡലങ്ങൾ മാത്രം. അതും കഴിഞ്ഞ് 3 ദിവസങ്ങൾക്കപ്പുറം ഈ മഹായുദ്ധത്തിന്റെ അന്തിമ ഫലമറിയാം. രാജ്യത്തിന്റെ ഗതിവിഗതികളെ നിർണയിക്കുന്ന ആ വിധി ദിനത്തിലേക്ക് ഇനി അധിക ദൂരമില്ലെന്ന് സാരം. അവസാന ലാപ്പിലെ കാറ്റിൽ ആര് വീഴും, ആര് വാഴും? ICL Finco, the intelligent choice.